അയ്യോ വണക്കം. സാവറിയ ബസന്ത് എന്ന് പറയുന്ന ഒരു മലയാളി പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് കൊല്ലപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ഇളകി മറിയുന്നില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മെഴുകുതിരി കത്തിക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ആ പെൺകുട്ടിയുടെ മരണത്തെ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളുടെ ചില വെളിപ്പെടുത്തലുകൾ കൊണ്ട് ആ പെൺകുട്ടിയെ വരെ മോശക്കാരിയാക്കി കാണിക്കുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിലെ ചില സുഡാപ്പി ആംഗ്ലമാർ ഇതിനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മതം തിന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ഈ സുഡാപ്പികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാവരിയെ കൊലപ്പെടുത്തിയ സദറുൽ അനം എന്ന് പറയുന്ന ആ വ്യക്തിയെയും മസ്താനിയുടെ മുമ്പിൽ സ്വന്തം സിബ്ബൂരി ജനനേന്ദ്രിയം പുറത്തിട്ട് കാണിച്ച സവാദ് എന്ന് പറയുന്ന വ്യക്തിയും എല്ലാം ഇവന്മാരും ന്യായീകരിക്കും. കാരണം മതത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും അർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ടീമാണ്. അവരുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അവരെ നമുക്ക് നിയമം കൊണ്ട് മാത്രമേ നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് നരേന്ദ്രമോദിയെ പോലുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഇവിടെ സംഘികൾ പെരുകി വരുന്നത്. ഒരു സമയത്ത് സംഘികളല്ലാത്ത ഹിന്ദുക്കളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ അപ്പോഴാണ് ഇവരുടെ ഇരട്ടത്താപ്പുകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരുന്നത്. ഉദാഹരണത്തിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ സാവരിയുടേത്. കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ കേരളത്തിനെ ഇതാ അപമാനിക്കുന്നേ എന്ന് പറഞ്ഞ് യവന്മാരെല്ലാം കൂടെ മുണ്ടൂരി തലയെ കെട്ടി. കേരളത്തിനെ അപമാനിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, കേരളം എന്ന് പറഞ്ഞ നാടിനെയാണ് ഇവന്മാർ അപമാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ആ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ളൊരു ശ്രമം നടത്തി. കേരളത്തിലെ ജനങ്ങളെ ഏറെക്കുറെ അതിനകത്തേക്ക് വീണു. അതേസമയം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഉദാത്തമായ കൃതിയാണത്. പോരാത്തതിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അത്യുംഗ ശൃംഗങ്ങളിൽ നിൽക്കുന്ന രാജുവേട്ടനെയാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതെന്നും ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കലയാണ്, അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് വിട്ടുകൂടെ എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് അവർ മാറുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷരായിട്ടുള്ള സംഘികളല്ലാത്ത പാവപ്പെട്ട ഹിന്ദുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സംഘികളല്ലാത്ത പാവപ്പെട്ട ക്രിസ്ത്യാനികളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും തലച്ചോറെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, മറ്റവന്മാർക്കില്ലെങ്കിലും. അപ്പോൾ ഇവർക്ക് എന്ത് തോന്നും? എടാ ഇവൻ പറയുന്നത് ശരിയാണല്ലോ ഇവിടെ എന്നിവർക്ക് തോന്നും. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് സാവരിയുടെ ഉദാഹരണം. സാവരിയെ കൊലപ്പെടുത്തി കളഞ്ഞത് ഈ പുല്ലിൻ്റെ പേര് പഠിക്കാൻ തന്നെ ഞാൻ കുറേ നേരം എടുത്തത്. സദറുൽ അനം. എവിടെ നിന്ന് കിട്ടുന്നടാ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ? എനിക്ക് സത്യമായിട്ടും കേട്ടോ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. സദറുൽ അനം. ഈ വാർത്ത ഞാൻ ആദ്യം കേട്ടപ്പോഴും ഞാൻ വിചാരിച്ചത് ഉസ്ബെക്കിസ്ഥാനിലെ ഏതെങ്കിലും ഉസ്ബെക്കിസ്ഥാനി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ല. സദറുൽ അനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തെ ഒരു ചങ്ങാതിയാണ്. ഈ സദറുൽ അനം എന്ന് പറയുന്നത് 22 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയാണ്. ഇവനാണ് ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഈ പെൺകുട്ടിയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതും ലാപ്ടോപ്പ് ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയെ എങ്ങനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ സാധിക്കും? ഒരു തവണ ഒരു പെൺകുട്ടിയുടെ ഒരു ആൺകുട്ടിയുടെ തലയിൽ ലാപ്ടോപ്പ് കൊണ്ടടിച്ചാൽ അവർ മരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കോമൺ സെൻസ്. 2-3 വട്ടം അടിക്കണം, തല്ലി ചതയ്ക്കണം, എങ്കിൽ മാത്രമേ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടികൾ പൊതുവേ കൈകൊണ്ടൊക്കെ തടുക്കും, അങ്ങനെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ. അത് തല്ലിക്കൊണ്ടേയിരിക്കണം, ലാപ്ടോപ്പ് വെച്ച് തല്ലി ചതച്ചുകൊണ്ടേയിരിക്കണം, എങ്കിൽ മാത്രമേ ആ പെൺകുട്ടിക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി അത് മരിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സദറുൽ അനമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ സദറുൽ അനം ഇത് ചെയ്തു. ഈ വാർത്ത, അതായത് പെൺകുട്ടി വെക്കേഷനായിട്ട് വീട്ടിലേക്ക് വരാനെത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയുടെ മരണ വാർത്ത വീട്ടിലേക്ക് എത്തിയത്. കൊച്ചച്ഛൻ ജനീഷ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അച്ഛൻ അങ്ങ് ദുബായിലോ അങ്ങ് സൗദി അറേബ്യയിലോ എവിടെയാണ്. അച്ഛൻ എന്ത് ചെയ്തു? ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിയാണ്. അച്ഛൻ വിവരവാർത്ത എറിഞ്ഞ് നെഞ്ചു പൊട്ടുന്നു. ഇവരെല്ലാം നാട്ടിലേക്ക് എത്താനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവരെന്താണ് സംഭവം എന്നറിയാൻ ഇവർ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയി. ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഇവർ കൊച്ചച്ഛനായിട്ടുള്ള ജനീഷാണ് പോയത്. അങ്ങനെ ജനീഷ് അവിടെ ചെന്നിറങ്ങിയിട്ട് ഉസ്ബെക്കിസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ബുഖാറ യൂണിവേഴ്സിറ്റിയും ഇതിനെക്കുറിച്ച് നിസ്സംഗത പുലർത്തി എന്നാണ് അറിയാനായിട്ട് സാധിച്ചതെന്ന് അവർ പറയുന്നു. പോരാത്തതിന് സാവരിയെ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടും അവിടുത്തെ പോലീസിൻ്റെ നിസ്സംഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള അന്വേഷണം കണ്ടിട്ടും അവർക്ക് സംശയം തോന്നി. അവർ സാവരിയെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇവിടെയും പോസ്റ്റ്മോർട്ടം നടത്തിച്ചു. അപ്പോൾ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാവരിക്ക് ശരീരമാസകലം സാവരിയുടെ ചതഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. ഇനി ചതയാനായിട്ടൊരു ഭാഗവും ഇല്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോരാത്തതിന് ഈ രണ്ടാനച്ഛനും അവരുടെ കുടുംബവും സാവരിയുടെ കുടുംബവും നിലവിൽ ആരോപിക്കുന്നത് സദറുൽ അനം എന്ന് പറയുന്ന ഈ സാമദ്രോഹി ഈ പെൺകുട്ടിയെ മതം മാറ്റാനായി നിരന്തരമായി പ്രേരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വിദ്വേഷം ഇയാൾക്കുണ്ടായിരുന്നു എന്നാണ് നിരന്തരം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഡാപ്പികൾ നിലവിൽ ചൊടിപ്പിച്ചിരിക്കുന്നത്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവരുടെ മതം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ മതങ്ങളെക്കാട്ടിലും മേലെയാണ്.
അവർ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലത്ത് അവർ അവരുടെ തനി ഗുണം കാണിക്കും, അവർ ഭൂരിപക്ഷമല്ലാത്ത സ്ഥലത്ത് അവരെന്ത് ചെയ്യും, ജനാധിപത്യത്തെ പുലുകി നിൽക്കും ഭൂരിപക്ഷമാകുന്നത് വരെ. അപ്പോൾ അങ്ങനെയാണ് ഈ സെറ്റപ്പ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. ഉദാഹരണം ബംഗ്ലാദേശും പാകിസ്ഥാനൊക്കെ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്, ഒരു ഭരണഘടനയുണ്ട്, നമുക്ക് ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവന്മാരുടെ പരിപ്പൊന്നും ഇവിടെ വേവുന്നില്ല. 2014 മുതൽ ഈ വേവുന്നില്ല എന്നുള്ള അതിൻ്റെ ഒരു വേവ് ഇവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഇവന്മാർ നരേന്ദ്രമോദി ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും ഒക്കെ നിരന്തരമായിട്ട് തെറിയുടെ രൂപത്തിൽ ഇവന്മാരിങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏത് കൊച്ചുകുട്ടിക്കും, ഭക്ഷണം കഴിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണ്. പോരാത്ത കഴിഞ്ഞ് രാജ്യം ഇവർ വിചാരിച്ച രീതിയിലൊന്നും തകർന്നു പോകുന്നില്ല എന്നുള്ളൊരു വലിയൊരു ഫ്രസ്ട്രേഷനും ഇവർക്കുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പിന്നെ പാകിസ്ഥാനെ നമ്മൾ അടിയൊക്കെ കൊടുത്ത് ഷെഡിൽ കയറ്റി, അപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായിപ്പോയി. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സാവരിയ എന്ന് പറയുന്ന പെൺകുട്ടി ഇങ്ങനെ മരണപ്പെട്ട്, ഈ പെൺകുട്ടിയുടെ കൊച്ചച്ഛൻ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ ഇങ്ങനെ ഒരു ദുരൂഹതയുണ്ട്. കാരണം ഇയാൾ മതം മാറ്റാനായിട്ട് പറഞ്ഞിരുന്നുവെന്ന്, മതം മാറാനായി നിരന്തരം നിർബന്ധിച്ചിരുന്നു ഈ പെൺകുട്ടിയുടെ സഹപാഠികൾ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആൾക്കാർ ഇയാളോട് പറഞ്ഞു, കുടുംബത്തോട് പറഞ്ഞു എന്നിവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ആ വിഷയം ഇപ്പോൾ വലിയ വിവാദമായി കത്തുകയാണ്. ആ വലിയ വിവാദമായി കത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് അങ്ങനൊരു സംഭവം കേരളത്തിലില്ല എന്നാണ് ഇവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മതം മാറാൻ നമ്മൾ ആരെയും പറയുന്നില്ല, മതം മാറ്റുന്നില്ല എന്നുള്ള, ശരി മതം മാറുന്നില്ല, മതം മാറ്റുന്നില്ല എന്നൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. മതം മാറുന്നത് ഒരാളുടെ താല്പര്യം. ഇപ്പോൾ എനിക്ക് ഈ മതം വേറൊരു മതത്തിലോട്ട് മാറണം, എനിക്ക് എത്തീസ്റ്റ് ആവണം എന്നൊക്കെ എൻ്റെ താല്പര്യമാണ്. അത് ഞാൻ വേണമെങ്കിൽ മാറും, വേണ്ടെങ്കിൽ മാറും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. മതം മാറ്റുന്നത് അങ്ങനെയല്ല. ഫോഴ്സ്ഡ് കൺവേർഷൻ അല്ലെങ്കിൽ മാനിപ്പുലേറ്റഡ് കൺവേർഷൻ എന്നൊക്കെ കഴിഞ്ഞ് പറയും. അതായത് ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്ത് മതം മാറ്റുക, അല്ലെങ്കിൽ ഒരാളെ ഫോഴ്സ് ചെയ്ത് മതം മാറ്റുക എന്നുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാണ് ആൻറ്റി കൺവേർഷൻ ലോ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലൊക്കെ ഗംഭീരമായിട്ട് അതിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്, ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനൊരു എക്കോ സിസ്റ്റത്തിലാണ് നമ്മൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കൊച്ചച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് വഴി തെളിച്ചിട്ടുണ്ട്. എന്തായാലും ആ പെൺകുട്ടി ക്രൂരമർദ്ദനമേറ്റാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ സുഡാപ്പികൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മലയാള മാധ്യമങ്ങൾ നിങ്ങൾ കള്ളവാർത്ത കൊടുക്കരുത്, നിങ്ങൾ സത്യവാർത്ത കൊടുക്കണം. ആ പെൺകുട്ടി മറ്റേ ആ ചെക്കനുമില്ലേ, ആ ചെക്കനെ കുടുക്കിയതാണ്. ആ ചെക്കൻ മറ്റേ എന്താ അനൽ കുഞ്ഞൽ അങ്ങനെയുള്ളവൻ, അവൻ അങ്ങനത്തെ ടീമല്ല, അവൻ അങ്ങനത്തെ നല്ല ടീമാണ്, അവ ഇഷ്ടംപോലെ സഹപാഠികൾ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ആ സഹപാഠികളുടെ അടുത്ത് പോയി ഈ സഹപാഠികളുടെ അടുത്തൊന്നും പോയി വാർത്ത എടുക്കണം. ജസ്റ്റ് പോലീസിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, പോലീസ് പറയും ഇതെന്താണ് നമുക്ക് കൃത്യമായിട്ട്. ഇപ്പോൾ സഹപാഠികളുടെ അടുത്ത് പോകുമ്പം ഏതെങ്കിലും ഒരു സഹപാഠി, അതായത് ഈ സദറുൽ ഗുണം എന്ന് പറയുന്ന ഇവൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു സഹപാഠി കാണുമല്ലോ, അവനും കൂട്ടുകാരൊക്കെ കാണുമല്ലോ. ഈ മതപരിവർത്തന ടീം വരുന്നത് ഒരാളായിട്ടൊന്നും അല്ലല്ലോ. എന്നാണ് ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും വാർത്തകളുടെ പശ്ചാത്തലത്തിലും ഈ റാക്കറ്റുകളെ പിടിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ആ പെൺകുട്ടിയും എവനുമായിട്ടും മറ്റെന്തെങ്കിലും ഒരു സെറ്റപ്പാണ് എന്ന് ഇവന്മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബൈറ്റ് വെച്ച് ഇവന്മാർക്ക് അതങ്ങ് പ്രചരിപ്പിക്കാനാണ് ഇവന്മാർ ഇത് നിലവിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് വേറെ ആൾക്കാരെ ബൈറ്റ് നിങ്ങൾ പോയി എടുക്കണം, നിങ്ങൾ പോലീസിൻ്റെ മാത്രം ബൈറ്റ് എടുക്കരുത്. അല്ല, പോലീസിൻ്റെ അല്ലാതെ പിന്നെ ഇതിൽ ആരെ ബൈറ്റ് എടുക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല, സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം നിയമപരമായിട്ട് അന്വേഷിച്ച് കൃത്യമായി എന്താണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് മാത്രമാണ് നിലവിൽ ഇതിൽ പറയാനുള്ളത്. അല്ലാതെ ഇതിനകത്ത് മറ്റേ കോൺസ്പിറസി ഉണ്ട് മറിച്ച് അങ്ങനെയൊന്നുമല്ല. അവർ പറഞ്ഞിരിക്കുന്ന ആരോപണം അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. ആ ഗുരുതരമായിട്ടുള്ള ആരോപണം അതുപോലെ തന്നെ കണക്കിലെടുത്ത് കേരളത്തിലെ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. കൃത്യമായിട്ട് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് എന്താണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് വെളിച്ചത്ത് കൊണ്ടുവരണം. പിന്നെ അവരുടെ മാതാപിതാക്കൾ തന്നെ പറയുന്നുണ്ട് ഇത് ഫോറിൻ മിനിസ്ട്രിയൊക്കെ ഇടപെട്ടൊരു കേസായതുകൊണ്ട് നമുക്ക് നീതി ലഭിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് എന്ന് അവർ തന്നെ നിലവിൽ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കേരള സ്റ്റോറി 2 വേണ്ടി മുറവിളി കൂട്ടിയ ഒരുത്തന്മാരെയും ഈ പെൺകുട്ടിയുടെ പേരിലൊന്നും മെഴുകുതിരി കത്തിക്കാൻ പോലും കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ശരി.